കേരള സ്റ്റോറി 2 റിലീസിനെതിരായ സ്റ്റേ തുടരും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിൽ അടിയന്തരവാദം കേട്ടെങ്കിലും സ്റ്റേ നീക്കിയില്ല എന്ന വാർത്ത വരുന്നു. സിനിമ സംസാരിക്കുന്നത് സാമൂഹ്യ വിപത്തുകളെ കുറിച്ചാണെന്നും കേരളത്തെ അപമാനിക്കുന്നില്ലെന്നും നിർമ്മാതാക്കൾ വാദിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഏറ്റവും ഒടുവിൽ ഈ നിർമ്മാതാക്കൾ നൽകിയ അപ്പീലിൽ എന്താണ് കോടതി എടുത്തിരിക്കുന്ന നിലപാട്? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദം പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ഓർഡർ വരാനുള്ള സാധ്യതയാണുള്ളത്. ഇതിൽ സ്റ്റേ നീക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് തീരുമാനമെടുക്കേണ്ടത്. സ്റ്റേ നീക്കണം എന്നുള്ള ആവശ്യപ്പെട്ടാണ് നിലവിൽ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. 15 ദിവസത്തേക്കാണ് സിംഗിൾ ബെഞ്ച് കേരള സ്റ്റോറിയുടെ റിലീസ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് സുപ്രീം കോടതിയുടെ നടപടികൾക്ക് വിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് നിർമ്മാതാക്കൾ വീണ്ടും അപ്പീൽ നൽകിയത്. 7:30 ഇന്ന് അപ്പീൽ പരിഗണിച്ചു. ഏകദേശം 10 മണിവരെ വാദം നീണ്ടു. ഹർജിക്കാരും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളും CBFCയും ഇന്ന് കോടതിയിൽ വാദമുഖങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും വാദങ്ങൾ കേട്ടു. അതിനുശേഷം ശുശ്രൂഷ ധർമാധികാരി അധ്യക്ഷനായ ബെഞ്ച് ഇതിലൊരു തീരുമാനം എടുക്കും. വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി വിധി വരാനുള്ള സാധ്യതയാണുള്ളത്. സിനിമ നാളെ തന്നെ റിലീസ് ചെയ്യണം എന്ന നിലപാടിലാണ് നിർമ്മാതാക്കൾ ഉള്ളത്. പ്രത്യേകിച്ച് 1500ഓളം ഇന്ത്യക്കകത്തും അതോടൊപ്പം തന്നെ 334 തിയേറ്ററുകൾ ഇന്ത്യക്ക് പുറത്തും ഈ സിനിമ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സിനിമ നാളെ റിലീസ് ചെയ്യില്ലെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാണ് നിർമ്മാതാവ് പറഞ്ഞത്. ഒപ്പം മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണ് എന്ന സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണവും നിർമ്മാതാക്കൾ എതിർത്തു. പ്രത്യേകിച്ച് ഇത് ഒരു മതവിഭാഗത്തിലെ ചെറിയൊരു ആളുകൾ മാത്രമാണ് സാമൂഹ്യ സിനിമ ചെയ്യുന്നത്. അത് തുറന്നു കാണിക്കുക മാത്രമാണ് സിനിമ ചെയ്തത്. അതെങ്ങനെയാണ് മതസൗഹാർദ്ദം തകർക്കുന്നത് എന്ന ചോദ്യം നിർമ്മാതാക്കൾ കോടതിയിൽ ഉന്നയിച്ചു. ഹർജിക്കാരാകട്ടെ അവർ നേരത്തെ പറഞ്ഞ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ സിനിമ റിലീസ് ചെയ്താൽ കേരളത്തിന്റെ അന്തസ്സത്തെ ഉയർത്തിക്കാണിക്കുന്ന ഒന്നാണ്. ഇത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ വെല്ലുവിളിക്കുന്ന ചിത്രം ആണ് ഇതിന്റെ ഇതിവൃത്തമൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. CBFC സിനിമ റിലീസ് ചെയ്യട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് അവരുള്ളത്. എല്ലാവരുടെയും വാദം വിശദമായി കേട്ടിട്ടുണ്ട്. ഇനി ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയാണ്. സ്റ്റേ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചയോടുകൂടിയോ ഓർഡർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു, ഇതിലിപ്പോൾ നിർമ്മാതാക്കൾ ഒരു ആശങ്കയിലാണെന്നറിയാം. കാരണം നാളെ ഇപ്പോൾ നേരത്തെ റിലീസ് നിശ്ചയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട കോടതി നേരത്തെ സിംഗിൾ ബെഞ്ച് ഒരു തീരുമാനം എടുത്തിട്ടുമുണ്ട്. അതിലാണ് ഈ അപ്പീലുള്ളത്. ഈ അപ്പീലിലെ വിധി വരുന്നത് വരെ ഇതിലിപ്പോൾ എന്ത് നിലപാടിലേക്ക് പോകണം, അതിപ്പോൾ നാളെ പല ഇടങ്ങളിലെ പല തിയേറ്ററുകളിലായി ഒക്കെ റിലീസ് പറഞ്ഞതുമാണ്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ? പ്രജിൻ, ഈ സിനിമകളുടെ പ്രിന്റ് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വരാറുള്ളത് ഒന്ന് സിനിമാ പ്രവർത്തകരും മറ്റു വശത്ത് സെൻസർ ബോർഡുമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സെൻസർ ബോർഡും ഇതിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതാണ്. സ്വാഭാവികമായി അതിന്റെ പ്രിന്റുകൾ നാളെ റിലീസിനുള്ളത് കൊണ്ട് തന്നെ ഇന്നലെയും ഇന്നും ഒക്കെയായി തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോടതിയിൽ നിന്ന് എന്താണോ വിധി വരുന്നത് അതിപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ പ്രദർശിപ്പിക്കും. സ്റ്റേ ഇല്ല എങ്കിൽ അത് പ്രദർശിപ്പിക്കാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് ബാക്കി തുടർ നടപടികൾക്ക് ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് വിധിയാണ് ഇതിൽ ഏറ്റവും അപ്പീൽ മേൽ കോടതി സ്വീകരിക്കുന്ന നിലപാടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഒരുപക്ഷെ നാളെ എത്ര മണിക്കാണോ ഇത് വിധി വരുന്നത് അതുവരെ കാത്തിരിക്കേണ്ടി വരും. എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നാളെ 12 മണിക്കാണ് വിധി വരുന്നതെങ്കിൽ അത് ഒരുപക്ഷെ നിർമ്മാതാക്കൾക്ക് അനുകൂലമാണെങ്കിൽ 12 മണിക്ക് ശേഷം സിനിമ റിലീസ് ചെയ്യാം. അതല്ല എങ്കിൽ നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയാണെങ്കിൽ സിനിമയുടെ റിലീസ് ഉണ്ടാകില്ല. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.